പാട്ടും ഊത്തും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് നമ്മുടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ ഈ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന രീതിയിലുള്ളതാണ്. പക്ഷേ പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നാലും അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയാണ് അതിൻ്റെ ചടങ്ങുകൾ. അതിനാവശ്യമായ സാധനങ്ങൾ ഒരു ലിസ്റ്റായിട്ട് ഇവിടെ 25ഓളം ഐറ്റംസ് ഉണ്ട്. നിലവിളക്ക് വലുത് 2 കൊടിവിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ, നെല്ല് നിറച്ചത്, ഇടങ്ങഴി, എണ്ണ, തിരി, കർപ്പൂരം, ചന്ദനത്തിരി, തീപ്പെട്ടി, തെങ്ങിൻ പൂക്കുല, പടലപ്പഴം, പിച്ചളക്കുടം അല്ലെങ്കിൽ സ്റ്റീൽ കുടം, ജാതകം, സ്വർണ്ണമോതിരം, പിന്നെ ചന്ദന ഓടം, കളഭം, വെറ്റില, അടയ്ക്ക, പാക്ക്, ചുണ്ണാമ്പ്, തെച്ചി, തുളസിപ്പൂവ്, അഷ്ടമംഗല്യം സെറ്റ്, അതിൽ പാവുമുണ്ട്, വാൽക്കണ്ണാടി ഉൾപ്പെടെ, ചെരാത് വേണമെങ്കിൽ കത്തിച്ച് വയ്ക്കാം, പഴങ്ങൾ താലത്തിൽ, ചെറുനാരങ്ങ വേണം, 5 നാക്കില വേണം, കുറിപ്പടി വിവാഹ നിശ്ചയം സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കണം, വിളക്കിൽ മുല്ലമാല ചാർത്താം, അലങ്കാരം അത്യാവശ്യം ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, വെറ്റിലപ്പണം സ്വീകരിക്കാനുള്ള അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം, ഇരിക്കാൻ പുൽപ്പായ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് പറ ഇത് അണിയുന്നത്, കുടം അണിയുന്നതാണ്. ഇതൊരു പിച്ചളക്കുടമാണ് അണിയുന്നത്. അപ്പോൾ അതിലൊരു 3 മണിക്കൂറെങ്കിലും പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് കിട്ടാൽ മതി. അത് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ ഒന്നും കൂട്ടാതെ തന്നെ നന്നായി അരച്ചതിന് ശേഷം അതിലാവശ്യത്തിന് വെള്ളം ചേർന്ന് ഒരു കുഴമ്പൽ രൂപത്തിലാക്കിയിട്ട് പച്ച ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അണിയുന്നത്. അപ്പോൾ അണിയുന്നതിന് തന്നെ സാധാരണഗതിയിൽ അത് എൻഗേജ്മെൻറ്റ് നടക്കുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും പേര് നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വേണ്ടത് സ്വസ്തിക ചിഹ്നവും അതുപോലെ തന്നെ ഓങ്കാരവുമാണ്. ഈ 2 ചിഹ്നങ്ങൾ വേണം. ബാക്കിയുള്ള നമ്മളെ കരവിരുതനുസരിച്ച് അതിൽ പിന്നെ നമ്മൾ ഇതുകൊണ്ട് എഴുതാം. പല രൂപങ്ങളുണ്ടാക്കാം. ആ രൂപങ്ങൾ എഴുതുന്നതാണ് അത് കാണുന്നത്. ഞാൻ എൻ്റെ മകളുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് തലേ ദിവസം ചെയ്തതാണിത്. പിച്ചളക്കുടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വസ്തിക ചിഹ്നത്തിൻ്റെയും ഓങ്കാരത്തിൻ്റെയും ഇടയിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ നമ്മൾ കുങ്കുമം ചാലിച്ച് തൊടുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ പ്രദേശത്തും ഉണ്ടാകുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് കത്തിച്ച നിലവിളക്കിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഒരു സന്നിധിയിൽ, അപ്പോൾ അതിനാണ് നമ്മൾ വെറ്റില, പാക്ക് തുടങ്ങിയ സാധനങ്ങളും അഷ്ടമംഗല്യം, എല്ലാ മംഗല്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിറപറ നിലവിളക്കിൻ്റെ സാന്നിധ്യത്തിലാണ് 2 കുടുംബക്കാരും ചേർന്നിട്ട് ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് പല ആളുകൾക്കും ഒരു സംശയമുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത്? അപ്പോൾ വീടുകളിൽ ആണെങ്കിൽ വീടിനോട് ചേർന്ന ഭാഗത്ത് വധുവിൻ്റെ പാർട്ടിയും വരൻ്റെ പാർട്ടി വരുന്നവരാണല്ലോ. വധുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ സാധാരണ നിശ്ചയം നടക്കുക, അല്ലെങ്കിൽ വധുവിൻ്റെ കെയർ ഓഫിലായിരിക്കും. പിന്നെ എതിർ സ്ഥാനത്ത് വന്ന ആളുകൾ വരൻ്റെ പാർട്ടിയും ഇരിക്കുകയാണ് ചെയ്യുക. ഇനി ഓഡിറ്റോറിയങ്ങളിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഈ കിഴക്ക് പടിഞ്ഞാറ് എന്ന രീതിയിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ആവുമ്പം കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് വധുവിൻ്റെ ആളുകൾ ഇരിക്കുക. അതിന് എതിർ വശത്തായി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വരൻ്റെ ബന്ധുക്കളും ഇരിക്കുക. അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടൊരു പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ്. ഏതൊരു കാര്യത്തിനും നമ്മളൊരു മംഗളകാര്യം തുടങ്ങല്ലേ. അപ്പോൾ അതിന് ഒരു വിഘ്നേശ്വര പ്രാർത്ഥന നല്ലതാണ്. പിന്നെ ഏതെങ്കിലും ഒരു വിഷ്ണു ധ്യാന ശ്ലോകവും ചൊല്ലിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കുറിപ്പ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുറിപ്പ് പ്രകാരമുള്ള കാര്യം ഇന്ന ആളുടെ അതിൻ്റെ ബന്ധപ്പെട്ട അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് ഇന്ന ആളുടെ മകനും ഇന്ന ആളുടെ മകളും തമ്മിലുള്ള വിവാഹം നിശ്ചയിക്കുന്നതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് 3 പ്രാവശ്യം നമ്മൾ ചോദിക്കും. ഈ 3 പ്രാവശ്യത്തിനും വധുവിൻ്റെ പാർട്ടി പറയണം സമ്മതമാണ് എന്ന് പറയാം. അതിനുശേഷം
ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ അച്ഛൻ ബന്ധപ്പെട്ട 2 കുട്ടികളുടെയും, അതായത് വധുവിൻ്റെയും വരൻ്റെയും രക്ഷിതാക്കൾ ഇത് വിളക്കിൽ പൂവും ഇട്ടിട്ട് അത് ഉറപ്പിക്കുക. പിന്നെ ജാതകം കൊടുക്കുക. സ്ത്രീയുടെ ജാതകവും പുരുഷൻ്റെ ജാതകവും തമ്മിൽ കൂട്ടിക്കെട്ടുക. അതിനുശേഷം പരിചയപ്പെടുക. അതുപോലെ ചന്ദനം ചാലിച്ച് എല്ലാവരും തൊടുക, കൈമാറുക. പിന്നെ വെറ്റിലപ്പണം കൈമാറുക. ഇത്രയുമാണ് അതിൻ്റെ. പിന്നെ കുറിപ്പ് ഒന്നും കൂടി വായിച്ചിട്ട് അത് ഉറപ്പ് വരുത്തുക, ഇന്ന സമയത്ത് നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. ഇതാണ് ഇതിൻ്റെ ചടങ്ങ്. ഓക്കേ.